Hi all, welcome to this video module on the topic mass spectrometry. The reference used for preparation of this video module is Instrumental Methods of Analysis by Williard, Merritt, Dean and Settle. Mass spectrometry is an analytical tool used for measuring the mass to charge ratio of one or more molecules present in the sample. These measurements can often be used to calculate the exact molecular weight of the sample components. Also, mass spectrometers can be used to identify unknown compounds through molecular weight determination. To quantify the known compounds and to determine the structure and chemical properties of molecules. അപ്പോൾ മാസ് സ്പെക്ട്രോമെട്രി എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക് മെറ്റീരിയൽ ക്യാരക്ടറൈസേഷന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. മാസ് സ്പെക്ട്രോമെട്രി ഉപയോഗിച്ച് മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ഒരു അനലൈറ്റ് ഒരു സാമ്പിളിന്റെ കോമ്പോണൻസ് ഏതെല്ലാം ആണ് എന്ന് അവരുടെ മാസ് ടു ചാർജ് റേഷ്യോ അനുസരിച്ച് നമുക്ക് തരം തിരിച്ച് അറിയാൻ സാധിക്കും. മാസ് സ്പെക്ട്രോമെട്രിയിൽ നമ്മൾക്ക് കിട്ടുന്ന സ്പെക്ട്രത്തിനെ മാസ് സ്പെക്ട്രം എന്നാണ് അറിയപ്പെടുന്നത്. മാസ് സ്പെക്ട്രം ഈസ് ആക്ച്വലി എ റെക്കോർഡ് ഓഫ് number of different kinds of ions and the relative number of each of these ions, which are the characteristics for every compound. അപ്പൊ നമ്മൾക്കൊരു അനലൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ അനലൈറ്റ് ഏതെല്ലാം ചേർന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കുക, അതിന്റെ ഓരോന്നിന്റെയും മോളിക്യുലർ വെയിറ്റ് ഡിറ്റർമിൻ ചെയ്യുക, അതനുസരിച്ച് ആ മെറ്റീരിയലിന്റെ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുക, മോളിക്യുലർ ഫോർമുല ഉണ്ടാക്കുന്നതിന് ശ്രമിക്കുക. ഇതെല്ലാം തന്നെ മാസ് സ്പെക്ട്രോമെട്രി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നോർമലി ഒരു സ്പെക്ട്രോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ റേഡിയേഷനിലെ ഏതെങ്കിലും ഒരു കമ്പോണന്റ് ഉപയോഗിച്ച് നമ്മളൊരു മെറ്റീരിയലിനെ അനലൈസ് ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ സ്പെക്ട്രോമെട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് മാസ് സ്പെക്ട്രോമെട്രിയിൽ നമ്മൾ അത്തരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ സ്ട്രക്ചർ ഓഫ് എ മെറ്റീരിയൽ. അപ്പൊ ഒരു സ്ട്രക്ചർ ഡിറ്റർമിനേഷന് ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റു സ്പെക്ട്രോമെട്രികളും അതുപോലെ തന്നെയാണ്. അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉപയോഗിച്ചിട്ടാണ് സ്ട്രക്ചർ ഡിറ്റർമിനേഷൻ ചെയ്യുന്നത്. ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്നാലും മാസ് സ്പെക്ട്രോമെട്രി ഒരു സ്ട്രക്ചർ ഡിറ്റർമിനേഷന് തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെയും സ്പെക്ട്രോമെട്രി എന്ന ഒരു കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്താണ് മാസ് സ്പെക്ട്രോമെട്രിയുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊരു അനലൈറ്റ് നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ the first stage is to convert that into ions. അതിന്റെ കോമ്പോണന്റ് അയോണുകളാക്കി മാറ്റും. നമുക്കിപ്പോ ഒരു മോളിക്യൂൾ ഓർഗാനിക് ആയിക്കോട്ടെ ഇനോർഗാനിക് ആയിക്കോട്ടെ ഒരു സാമ്പിൾ നമ്മൾക്ക് കിട്ടുകയാണ്. അപ്പൊ ആ സാമ്പിളിലുള്ള മോളിക്യൂൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് തന്നെ അയോണൈസ് ചെയ്യുന്നു, മോളിക്യുലർ അയോൺസ് ആക്കി മാറ്റുന്നു. We can use any technique for converting that into ions. തെർമൽ മെത്തേഡ്സ് ഉപയോഗിക്കാം, ഇലക്ട്രിക്കൽ ഫീൽഡ് ഉപയോഗിച്ച് അയോണൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന അനലൈറ്റിനെ ഹൈ എനർജി ഇലക്ട്രോണുകളോ ഫോട്ടോണുകളോ കൊണ്ട് ഇടിപ്പിച്ച് നമ്മൾക്ക് അതിനെ അയോണുകളാക്കി മാറ്റാം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ മെത്തേഡ് ഉപയോഗിച്ച് തന്നിരിക്കുന്ന അനലൈറ്റിനെ നമ്മൾ അയോണുകളാക്കി മാറ്റുന്നു, മോളിക്യുലർ അയോൺസ് ആക്കി മാറ്റുന്നു.
അതിനുശേഷം ഈ ഓരോ അയോണുകളുടെയും മാസ് ടു ചാർജ് റേഷ്യോ അനുസരിച്ച് അതിനെ ഡിറ്റക്ട് ചെയ്യുകയാണ്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഈ മാസ് സ്പെക്ട്രോമെട്രിയിൽ ഉപയോഗിക്കുന്നത്. So actually this is classification of molecular ions on the basis of their mass to charge ratio. Mass to charge ratio അനുസരിച്ച് അതിനെ തരംതിരിച്ച് ഡിറ്റക്ട് ചെയ്യും. ഓരോ particular mass to charge ratio ഉള്ള എത്ര ആളുകളെ കിട്ടി. That means relative abundance of each components having a particular mass to charge ratio. ഒരു പ്രത്യേക mass to charge ratio ഉള്ള എത്ര molecular ionsനെ ഡിറ്റക്ട് ചെയ്തു. രണ്ടാമത്തെ മാസ് ടു ചാർജ് റേഷ്യോ ഉള്ള എത്ര അയോൺസിനെ ഡിറ്റക്ട് ചെയ്തു. മൂന്നാമത്തെ മാസ് ടു ചാർജ് റേഷ്യോ ഉള്ള എത്ര അയോൺസിനെ ഡിറ്റക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ഓരോ മാസ് ടു ചാർജ് റേഷ്യോ ഉള്ള അയോൺസിന്റെയും റിലേറ്റീവ് അബണ്ടൻസ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ്. റിലേറ്റീവ് അബണ്ടൻസ് ഓഫ് ഈച്ച് component having a specific mass to charge ratio. Such a plot is known as the mass spectrum. അപ്പൊ ഇതിനെ തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം. അങ്ങനെ പല മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ തരംതിരിക്കാം. ഒരു മാസ് സ്പെക്ട്രോമീറ്ററിൽ മെയിൻ ആയിട്ട് വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്? വിച്ച് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് എ മാസ് സ്പെക്ട്രോമീറ്റർ? പല തരത്തിലുള്ള മാസ് സ്പെക്ട്രോമീറ്റേഴ്സ് ഉണ്ട്. അതിലെല്ലാം തന്നെ കോമൺ ആയിട്ട് വരുന്ന ചില സോഴ്സുകളാണ്, അല്ലെങ്കിൽ ചില കമ്പോണൻസ്, ചില പാർട്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സാമ്പിൾ ഇൻലെറ്റ് സിസ്റ്റം, അയോൺ സോഴ്സ്, അനലൈസർ സിസ്റ്റം, ഡിറ്റക്ടർ സിസ്റ്റം, സ്പെക്ട്രം റെക്കോർഡിംഗ് സിസ്റ്റം, വാക്യൂം ചേംബർ ആൻഡ് പമ്പിംഗ് സിസ്റ്റം, ഇലക്ട്രോണിക് പവർ ആൻഡ് കൺട്രോൾ. ചില സ്പെക്ട്രോമീറ്ററുകളിൽ ക്രോമാറ്റോഗ്രഫി ഇൻകോർപ്പറേറ്റ് ചെയ്യാറുണ്ട്. This is a block diagram of components of mass spectrometer. The first stage is sample introduction, ion source, ion sorting, analyzer, അയോണുകളെ അവരുടെ മാസ് ടു ചാർജ് റേഷ്യോ അനുസരിച്ച് തരംതിരിക്കുന്നു. അയോൺസിനെ ഡിറ്റക്ട് ചെയ്യുന്ന സെക്ഷൻ, ഡേറ്റ സിസ്റ്റം, ഡേറ്റ അനലൈസ് ചെയ്യണം, അതിനുശേഷം ഡേറ്റ പ്ലോട്ട് ചെയ്യണം, ഔട്ട്പുട്ട് വേണം. Ion source, these are for producing gaseous ions from the substance being studied. അപ്പൊ നമുക്ക് പഠിക്കുന്നതിന് അല്ലെങ്കിൽ അനലൈസ് ക്യാരക്ടറൈസ് ചെയ്യുന്നതിനുള്ള സാമ്പിൾ ഇൻട്രൊഡക്ഷൻ ഇൻലെറ്റ് വഴി അകത്തേക്ക് കൊടുക്കുന്നു. സോഴ്സ് എന്ന് പറയുന്ന സെക്ഷനിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ള സാമ്പിളിനെ അയോണൈസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ മെത്തേഡ് ഉപയോഗിച്ച് അകത്തേക്ക് കടത്തിവിടുന്ന സാമ്പിളിനെ അയോണൈസ് ആക്കി മാറ്റും. Then the next stage is analyzer. This is used for resolving the ions into their characteristics mass components according to their mass to charge ratio. ഒരു സാമ്പിൾ അയോൺ ഒരു സാമ്പിൾ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ പല മോളിക്കുലർ അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സോഴ്സ് ചെയ്യുന്നത്. ആ സോഴ്സിൽ നിന്ന് വരുന്ന ഈ മോളിക്കുലർ അയോൺസിനെ അവരുടെ മാസ് ടു ചാർജ്, ഓരോ മോളിക്കുലർ അയോൺസിനും മാസ് ടു ചാർജ് റേഷ്യോ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ഈ മാസ് ടു ചാർജ് റേഷ്യോ അനുസരിച്ച് തരം തിരിച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് അനലൈസർ ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെ തരം തിരിക്കപ്പെടുന്ന ഓരോ മോളിക്കുലർ അയോൺ കമ്പോണന്റുകളും മാസ് ടു ചാർജ് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യപ്പെട്ട മോളിക്കുലർ അയോൺസിനെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് അയോൺ ഡിറ്റക്ടർ എന്ന സെക്ഷൻ ചെയ്യുന്നത്. അതിനനുസരിച്ച് കിട്ടുന്ന വിവരങ്ങളെ അനലൈസ് ചെയ്യുന്നതിനും പ്ലോട്ട് ചെയ്യുന്നതിനുമാണ് ഡേറ്റ സിസ്റ്റം ആൻഡ് ഡേറ്റ ഔട്ട്പുട്ട് അവിടെ ഉപയോഗിക്കുന്നത്. What you can see here is a complete structure of a mass spectrometer. മാസ് സ്പെക്ട്രോമീറ്ററിന് പല കമ്പോണന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇൻലെറ്റ് ഉണ്ട്, സാമ്പിൾ ഇൻലെറ്റ് ഉണ്ട്, അതുപോലെ അയോൺ സോഴ്സ് ഉണ്ട്, അതിനുശേഷം അനലൈസർ ഉണ്ട്, അതിനുശേഷം ഡിറ്റക്ടർ ഉണ്ട് അല്ലെങ്കിൽ കളക്ടർ ഉണ്ട്, പിന്നെ സാമ്പിൾ ഡേറ്റ കളക്ടർ, ഡേറ്റ അനലൈസർ, ഡേറ്റ പ്ലോട്ടർ, ഇങ്ങനെ പല പല സെക്ഷൻസ് ഉണ്ട്. ഇതിൽ ഓരോ സെക്ഷൻ തന്നെ പല രീതിയിലുണ്ട്.
അതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. സോ ഫസ്റ്റ് സെക്ഷൻ ആയിട്ട് പറഞ്ഞത് ഇൻലെറ്റ് ആണ്. ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് സാമ്പിൾ ഇൻലെറ്റ് ഉപയോഗിക്കുന്നു. ഗേഷ്യസ് സാമ്പിൾ ആണെങ്കിൽ ഗേഷ്യസ് സാമ്പിൾ ഇൻലെറ്റ് ഉപയോഗിക്കുന്നു. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം അതിന്റെ ഒരു പാർട്ടാണ് ഇൻലെറ്റ് സാമ്പിൾ റിസർവോയർ. അതിന്റെ ഒപ്പം തന്നെയാണ് അയോൺ സോഴ്സ് കൂടി അതിനകത്ത് വരുന്നതാണ്. അതെല്ലാം ഇതിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. യു ക്യാൻ സീ ഹിയർ അയോണൈസേഷൻ ചേംബർ ആണ് ഇത്, രണ്ടാമത്തെ സെക്ഷൻ. ഈ അയോണൈസേഷൻ ചേംബറിൽ നിന്നാണ് ഹൈ പൊട്ടൻഷ്യൽ കൊടുക്കുന്നത്. പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ അയാൾക്ക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, ഇ ഇൻറ്റു വി അല്ലെങ്കിൽ ക്യൂ ഇൻറ്റു വി, ഇസഡ് ഇൻറ്റു വി. ഈ പൊട്ടൻഷ്യൽ എനർജി അതിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ഇറ്റ് മൂവ്സ് ഇൻ ടു ദ നെക്സ്റ്റ് ചേംബർ. ഈ ചേംബറിനെ വിളിക്കുന്നത് അനലൈസർ ട്യൂബ് ആണിത്. ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഈ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇറ്റ് വിൽ മൂവ് ഇൻ എ സർക്കുലർ ട്രാക്ക്. സൈക്ലോട്രോണിന്റെ പ്രിൻസിപ്പിൾ ആണത് അല്ലെ. പിന്നെ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് അണ്ടർഗോ എ സർക്കുലർ ട്രാക്ക്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ മാസ് ടു ചാർജ് റേഷ്യോ അനുസരിച്ച് അയാള് റേഡിയസ് വേറെ വേറെ ആയിരിക്കും സെലക്ട് ചെയ്യുക. അതിനെ മറ്റൊരു സ്ലൈഡിലോ ഡീറ്റെയിൽ ചെയ്യാം. അപ്പൊ പല പല റേഡിയസിൽ പല പല പാത്തിലായിരിക്കും ഓരോ അയോണുകളും ട്രാവൽ ചെയ്യുക. അവരെ കളക്ട് ചെയ്യുന്നതാണ് അടുത്ത സെക്ഷൻ. കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്തിട്ട് കിട്ടുന്ന സിഗ്നലുകളെ ആംപ്ലിഫൈ ചെയ്ത് അതിനെ ഡാറ്റ അനലൈസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ അതിനുശേഷം അതിനെ പ്ലോട്ട് ചെയ്യുന്നു. സോ റിലേറ്റീവ് അബൻഡൻസ് വിത്ത് മാസ് ടു ചാർജ് റേഷ്യോ, ഓരോ മാസ് ടു ചാർജ് റേഷ്യോ വരുന്ന അയോണുകളുടെയും റിലേറ്റീവ് അബൻഡൻസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. അതാണ് മാസ് സ്പെക്ട്രം എന്നറിയപ്പെടുന്നത്. സോ ദിസ് ഈസ് എ കംപ്ലീറ്റ് സ്ട്രക്ചർ ഓഫ് എ മാസ് സ്പെക്ട്രോമീറ്റർ. പക്ഷെ ഇതിന്റെ എല്ലാം തന്നെ ഓരോ പാർട്ടും ഇപ്പൊ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ അനലൈസർ ട്യൂബ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ അനലൈസർ ആണ്. അതുകൂടാതെ മറ്റു പലതരത്തിലുള്ള ഡിഫ്ലക്ഷൻ മറ്റു പലതരത്തിലുള്ള അനലൈസർ ഉണ്ട്. അപ്പൊ അത് മാറ്റി വരയ്ക്കേണ്ടി വരും. ഇത് ഇത്തരത്തിലുള്ള മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ അനലൈസർ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്പെക്ട്രോമീറ്ററിന്റെ മാസ് സ്പെക്ട്രോമീറ്ററിന്റെ ഡയഗ്രമാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതുപോലെ അയോണൈസേഷൻ ചേംബറുകളും പലതരത്തിലുണ്ട്. ഡിറ്റക്ടറുകൾ പലതരത്തിലുള്ളതാവാം. അതെല്ലാം മാറി മാറി വരാം. ഓക്കെ, സോ ദിസ് ഇസ് എ പെർട്ടിക്കുലർ സാമ്പിൾ ഓഫ് മാസ് സ്പെക്ട്രോമീറ്റർ. ഓക്കെ, ഇത് മറ്റൊരു തരം സ്പെക്ട്രോമീറ്റർ അറേഞ്ച്മെന്റ് ആണ്, സെക്ടർ മാസ് സ്പെക്ട്രോമീറ്റർ എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത ഇതിനകത്ത് ഓരോന്നോരോ സെക്ടേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അയോൺ സോഴ്സ്, കളക്ടർ, ഇതെല്ലാം അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് അനലൈസർ റീജിയനിൽ നിന്ന് വളരെയധികം സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ion sources and collectors are completely removed from the magnet region. It permits the use of unusual and diverse ion source. അതുകൊണ്ട് തന്നെ അയോൺ സോഴ്സ് ഏത് തരത്തിലും ഉപയോഗിക്കാം. ഓരോരോ സെക്ഷൻ ആയതുകൊണ്ട് വി ക്യാൻ യൂസ് എനി ടൈപ്പ് ഓഫ് അയോൺ സോഴ്സ് പോലെ. ഇത് മറ്റൊരു തരം മാസ് സ്പെക്ട്രോമീറ്റർ ആണ്. ഇത്തരത്തിൽ പല മാസ് സ്പെക്ട്രോമീറ്റേഴ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ രണ്ടെണ്ണത്തിന്റെ മാത്രമേ ഞാൻ ഇപ്പോൾ പറഞ്ഞുള്ളൂ. യു ക്യാൻ ഫൈൻഡ് ആൻഡ് ലേൺ അതർ ടൈപ്പ് ഓഫ് മാസ് സ്പെക്ട്രോമീറ്റേഴ്സ് ഓൾസോ. അപ്പൊ അതിൽ ഓരോരോ കമ്പോണന്റുകളായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആദ്യത്തേത് ഇൻലെറ്റ് സാമ്പിൾ സിസ്റ്റം ആണ്. അഥവാ സാമ്പിളിനെ അകത്തേക്ക് കൊടുക്കുന്ന സിസ്റ്റം. പലതരത്തിലുള്ള സാമ്പിൾ ഇൻലെറ്റ് സിസ്റ്റം ഉണ്ട്. ഇവിടെ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യു ക്യാൻ ഫൈൻഡ് മെനി അതർ ടൈപ്പ് ഓഫ് സാമ്പിൾ ഇൻലെറ്റ് സിസ്റ്റം ഓൾസോ, ബട്ട് ദിസ് ഇസ് ഇൻലെറ്റ് സാമ്പിൾ സിസ്റ്റം ഫോർ എ മാസ് സ്പെക്ട്രോമീറ്റർ. യു ക്യാൻ സീ ഇൻ ദ ഫിഗർ എ. And the next you can see introduction of liquid through the sintered tank and a magnetically actuated gallium cutoff valve. This is a particular type of sample inlet system. Okay, so to handle all type of material, different sample systems are required. Introduction of gases merely involves transfer of the sample from gas bulb into the metering volume. The later is a small glass component, glass part of known volume, coupled to a mercury manometer and attached by a port to the inlet manifold. Gaseous samples ആണ് എന്നുണ്ടെങ്കിൽ, as you can see here, you can attach, you can allow that to enter the spectrometer with the help of this type of an inlet sample system there. അവിടെ എന്താ ചെയ്യുന്നത്? ഗ്യാസ് സാമ്പിൾസ് ഒരു
ഗ്യാസ് ബൾബിലേക്ക്, ഒരു 3 മില്ലി ലിറ്റർ ഒക്കെ സൈസ് കൊള്ളുന്ന വോളിയമുള്ള ഒരു ഗ്യാസ് ബൾബിലേക്കാണ് അതിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവിടെ നിന്നും അതിനെ അയോൺ ജനറേറ്റർ അഥവാ സോഴ്സ് എന്നറിയപ്പെടുന്ന അയോൺ ജനറേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ലിക്വിഡ്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. ലിക്വിഡ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വേരിയസ് വേസ് by devices, as you can see here, the second device, the B, section B device. It's a liquid, introduction of liquid through the sintered tank. By touching a micro pipette to a sintered tank, glass disc under mercury or gallium, or by hypodermic needle injection through a silicon rubber dam. The low pressure in the reservoir draws in the liquid and vaporizes it instantly. So, ഗ്യാസ് സാമ്പിൾ അത് അകത്തേക്ക് കൊടുക്കുന്നതിനെ പറ്റി ആദ്യം പറഞ്ഞത്. രണ്ടാമത്തേത് ലിക്വിഡ് സാമ്പിൾസ് ആണെന്നുണ്ടെങ്കിലാണ് ആ സെക്കൻഡ് സെക്ഷൻ ഒരു ഇഞ്ചക്ഷൻ ടെക്നിക്ക് വഴി നമുക്ക് അകത്തേക്ക് കൊടുക്കുകയാണ്. പിന്നെ ഈ സ്പെക്ട്രോമീറ്ററിനകത്ത് അല്ലെങ്കിൽ അയോൺ ജനറേറ്ററിനകത്ത് പ്രഷർ കുറവായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഈ ലിക്വിഡ് അതിനകത്തേക്ക് എൻ്റർ ചെയ്യുകയും അത് ഇവോപ്പറൈസ് ചെയ്യുകയും ചെയ്യും. ഈ പ്രോസസ് എല്ലാം നടക്കുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓരോ സാമ്പിളിനനുസരിച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. കാരണം ഓരോ സാമ്പിളിന്റെയും ഡിസോസിയേഷൻ ടെമ്പറേച്ചർ അറിഞ്ഞിരിക്കുകയും അതിന് താഴെയുള്ള ടെമ്പറേച്ചർ ആണ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിന് ആവശ്യമുള്ള രീതിയിലുള്ള ടെമ്പറേച്ചർ ആണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സാമ്പിൾ റിസർവോയറിൽ നിന്നും gases actually they diffuse through a molecular leak into the ion source. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആദ്യം gaseous samples ആയാലും ലിക്വിഡ് സാമ്പിൾ, gaseous samples ആണെന്നുണ്ടെങ്കിൽ ഒരു 3 millimeter ഉള്ള ഗ്യാസ് ബൾബ് വഴി നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നു. ലിക്വിഡ് സാമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സിന്ററിൻ ടാങ്ക് വഴി അകത്തേക്ക് കൊടുക്കുന്നു. രണ്ടായാലും അത് അകത്തേക്ക് എത്തുകയും അവിടുത്തെ പ്രഷർ കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് അകത്തേക്ക് കയറുന്നു. ലിക്വിഡ് സാമ്പിൾസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഇവോപ്പറേറ്റ് ചെയ്ത് ഗേഷ്യസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ അങ്ങനെ നമുക്ക് അതിനെ പതുക്കെ അയോൺ സോഴ്സിലേക്ക് കൊടുക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് ഇതിനെ അയോണുകളാക്കി മാറ്റുന്നത്. ഇനി അയോൺ സോഴ്സുകളെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. നോ, അയോൺ സോഴ്സ് ഈസ് ഓഫ് primary importance and must be considered as the heart of mass spectrometer. മാസ് സ്പെക്ട്രോമീറ്ററിന്റെ ഒരു മെയിൻ പാർട്ടാണ് അയോൺ സോഴ്സ്. കാരണം നമ്മൾ ഈ കൊടുക്കുന്ന മോളിക്യൂൾസിനെ അയോണുകളാക്കി മാറ്റി ഓരോ അയോണുകളുടെയും റിലേറ്റീവ് അബണ്ടൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മാസ് സ്പെക്ട്രോമെട്രിയിൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന സാമ്പിൾസിനെ അയോണുകളാക്കി മാറ്റുന്ന അയോണൈസേഷൻ സോഴ്സ് എന്ന് പറയുന്നത് മാസ് സ്പെക്ട്രോമീറ്ററിന്റെ ഒരു ഹൃദയം, ഹാർട്ടായിട്ട് തന്നെ അറിയപ്പെടുന്നു. അതൊരു കെമിക്കൽ റിയാക്ഷൻ വെസൽ പോലെയാണ്, അയോൺ ജനറേറ്റർ ആണ്. ഈച്ച് സോഴ്സ് മസ്റ്റ് ബി ചോസൺ ആസ് അപ്രോപ്രിയേറ്റ് ടു ദ സാമ്പിൾ. നേരത്തെ പറഞ്ഞല്ലോ, പല മെത്തേഡുകൾ ഉപയോഗിച്ച് നമ്മൾക്ക് അയോണുകളെ ജനറേറ്റ് ചെയ്യാം. അത് സാമ്പിളിന് അനുസരിച്ചാണ് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നത്. ഇത് ഏത് സാമ്പിളിനെ ആണോ നമുക്ക് അനലൈസ് ചെയ്യേണ്ടത് അതിനനുസരിച്ചാണ് ഇത് ജനറേറ്റ് ചെയ്യേണ്ടത്. ഐ മീൻ അയോൺ സോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിരുന്നാൽ തന്നെ ഒട്ടുമിക്ക അയോൺ സോഴ്സുകൾക്കും ചില പാർട്ടുകളെല്ലാം കോമൺ ആയിരിക്കും. ഒരു അയോണൈസേഷൻ ചേംബർ ഇതിന്റെ എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന, ഒട്ടുമിക്ക അയോണൈസേഷൻ സോഴ്സുകൾക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഒരു അയോണൈസേഷൻ ചേംബർ. അവിടെയാണ് ആ സാമ്പിളിന്റെ അയോണൈസേഷൻ എന്ന പ്രോസസ് മെയിൻ ആയിട്ട് നടക്കുന്നത്. പിന്നെ ഒരു അയോൺ വിത്ത്ഡ്രോവൽ ആൻഡ് ഫോക്കസിംഗ് സിസ്റ്റം ഉണ്ടാകും. ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അയോൺസിനെ ഒരു പ്രത്യേക പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ അയോൺസിനെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വിത്ഡ്രോ ചെയ്യാം. അങ്ങനെ പല ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ അയോൺ സോഴ്സിന് ഒരു വാക്യൂം പമ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമുള്ള പ്രഷർ അതിനകത്ത് ക്രമീകരിക്കാനായിട്ട് സാധിക്കും. The ionization efficiency of a source must be high so that the large portion of
neutral sample particles presented will become ions to be analyzed and detected as a mass spectrum. High efficiency is particularly important for the ion analysis of nanogram quantities of sample material. കാരണം നമ്മൾ വളരെ കുറച്ച് സാമ്പിൾ ആണ് അനാലിസിസിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന ഒട്ടുമിക്ക സാമ്പിളിനെയും അയോണുകളാക്കി മാറ്റുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ അയോണൈസേഷൻ സോഴ്സിന്റെ എഫിഷ്യൻസി വളരെ കൂടുതലാകണം ഇപ്പോൾ. The positive ions are formed in the ionization chamber are drawn out by a small electrostatic field between the large repeller plate and behind them the original entrance to the ion source, which did not affect the molecule while they were yet unionized, and the first accelerating slit. ഇങ്ങനെ അയോണൈസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അയോണുകൾ അതിനകത്ത് സൃഷ്ടിക്കപ്പെടുകയാണ് അയൺ സോഴ്സില്. അവരെ അപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് മാറ്റുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഈ അയോണുകൾക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജി കിട്ടും. ഈ പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് ഇ വി. If E is the charge and V is the applied potential, then EV is the potential energy gained by the ions. ഈ പൊട്ടൻഷ്യൽ എനർജി കൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, that will be converted to their kinetic energy and they will move with a kinetic energy of half mv square. പലതരത്തിലുള്ള അയോൺ സോഴ്സുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. യു ക്യാൻ സി ഇലക്ട്രോൺ ഇമ്പാക്ട് അയോണൈസേഷൻ, കെമിക്കൽ അയോണൈസേഷൻ, field ionization and field desorption, spark source ionization, thermal surface ionization. So there are many types of ionization sources. Okay, you can separately learn these type of various ion sources. These are some of the important ion sources used. And എല്ലാ അയോൺ സോഴ്സുകളുടെയും ഒരു ബേസിക് ഫംഗ്ഷനിങ് നേരെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ചില പ്രത്യേക കാറ്റഗറി ഓഫ് അയോൺ സോഴ്സ് ആണ് ഇവിടെ ഡീറ്റെയിൽ. മാസ് സ്പെക്ട്രോമീറ്ററിന്റെ രണ്ട് സെക്ഷനുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തേത് സാമ്പിൾ ഇൻലെറ്റ്, ലിക്വിഡ് സാമ്പിൾ ആയാലും ഗ്യാഷ്യസ് സാമ്പിൾ ആയാലും അതിനകത്തേക്ക് കൊടുക്കുന്ന ഒരു മെക്കാനിസം. രണ്ടാമത്തേത് അയോണൈസേഷൻ സോഴ്സ്, അങ്ങനെ കടത്തിവിട്ട സാമ്പിളിനെ അയോണൈസ് ചെയ്യുന്നു, മോളിക്യുലർ അയോൺസ് ആയിട്ട് മാറ്റുന്നു. ഇനി ഈ അയോൺസിനെ അവരുടെ മാസ് ടു ചാർജ് റേഷ്യോ അനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. അതിനുപയോഗിക്കുന്ന സെക്ഷൻ ആണ് അനലൈസർ. Mass analyzer is the component of the mass spectrometer that takes ionized masses and separates them based on the charge to mass ratio or mass to charge ratio, whatever it is, mass to charge ratio, and outputs them to the detector where they are detected and later converted to a digital output. മാസ് ടു ചാർജ് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ അയോണുകളെ ഡിവൈഡ് ചെയ്ത് അയോണുകളെ സെപ്പറേറ്റ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് ഡിറ്റക്ടറിലേക്ക് കൊടുക്കുന്ന ആ സെക്ഷൻ ആണ് അനലൈസർ എന്ന സെക്ഷൻ. യു ക്യാൻ സി ഇൻ ദിസ് ഡയഗ്രാം, ദിസ് സെക്ഷൻ ഇസ് ദ അനലൈസർ. ഇത് ഒരു പ്രത്യേകതരം അനലൈസറായ ക്വാഡ്രപോൾ മാസ് അനലൈസർ ആണ് അത് കാണിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള അനലൈസറുകളുണ്ട്. അയോൺ സോഴ്സുകൾ പലതരത്തിലുള്ളത് പോലെ തന്നെ അനലൈസറുകളും പലതരത്തിലുണ്ട്. You can see here some names of some type of analyzer: Magnetic-Deflection analyzer, Quadrupole mass analyzer, time of flight mass analyzer, electrostatic sector mass analyzer, Quadrupole ion trap mass analyzer, ion cyclotron resonance. ഇങ്ങനെ പലതരത്തിലുള്ള അയോണൈസർ അനലൈസറുകളുണ്ട്. എല്ലാ അനലൈസറുകളും നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, ബട്ട് യു ക്യാൻ ലേൺ ഓൾ ദീസ് ടൈപ്പ് ഓഫ് അനലൈസേഴ്സ്. നമുക്ക് ഇതില് മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ അനലൈസർ എന്താണ് അനലൈസർ എന്ന് പറഞ്ഞാൽ, അനലൈസേഴ്സ് ആർ ദാറ്റ് കമ്പോണന്റ് ഓഫ് എ സ്പെക്ട്രോമീറ്റർ, മാസ് സ്പെക്ട്രോമീറ്റർ യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ അയോൺസ് based on their mass to charge ratio. മാസ് ടു ചാർജ് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ അയോണുകളെ സെപ്പറേറ്റ് ചെയ്ത് ഡിറ്റക്ടറിലേക്ക് കൊടുക്കുന്ന പാർട്ടാണ് അനലൈസർ എന്നറിയപ്പെടുന്നത്. നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ഓഫ് അയോണൈസർ അനലൈസർ ആയ
മാഗ്നറ്റിക് സെപ്പറേഷൻ അനലൈസർ സിസ്റ്റത്തിൽ നോക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അനലൈസർ ടെക്നിക് ആണ്. മാസ് സ്പെക്ട്രോമീറ്ററിൽ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്ന്. മാഗ്നറ്റിക് സെപ്പറേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് അയോണുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ സാമ്പിൾ ഇൻലെറ്റ് വഴി സാമ്പിൾ കൊടുക്കുന്നു, സാമ്പിളിനെ അയോണൈസ് ചെയ്യുന്നു. ഈ അയോണൈസ് ചെയ്ത സാമ്പിൾസിന് നമ്മൾ എന്താ ചെയ്യുക? ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടും. When you apply potential V to a charge E or to a charge Z, they will get a potential. Potential E into V. This potential energy will be converted to its kinetic energy, half m velocity square. Understand? This is potential energy. EV is the potential energy, half mv square is the kinetic energy. So from this velocity നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? Velocity is equal to 2 charge potential divided by mass then under root. Okay? അപ്പൊ ഇങ്ങനെ ഉള്ള ഈ ഒരു സ്പീഡിലാണ് ഈ പാർട്ടിക്കിൾസ്, ഈ അയോൺ ബീം എൻറ്റർ ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് അവർക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നു. ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി is converted to kinetic energy. With this kinetic energy, with this velocity, the particles, the ions enter into a perpendicular magnetic field. This perpendicular magnetic field ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ perpendicular magnetic field അകത്തേക്ക് കയറുകയാണ്. Magnetic ഫീൽഡിലേക്ക് അത് കയറുമ്പോൾ we know that they execute a circular track. Cyclotron principle ആണ്. They execute a cyclotron, I mean they execute a circular track. Cyclotron ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? When the charge particle enter into a magnetic field perpendicular to that, it executes a circular track. അതേപോലെ തന്നെ ഇവിടെ ചാർജ് പാർട്ടിക്കിളിന് ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ അവർ they will experience a magnetic force FB that is equal to EVB എന്നോ QVB എന്നോ അല്ലെങ്കിൽ ZVB എന്നോ കൊടുക്കാം. Okay, let it be Z. Z the total charge. Z times velocity times magnetic field. ഈ ഫോഴ്സ് കാരണം, or this force is used for moving that particle in a circular track. അപ്പൊ അതിന് centripetal force വേണം. What is the equation for centripetal force? FC, that is equal to m velocity square divided by radius. Small letter r ഉപയോഗിക്കുക. So magnetic force is used for providing centripetal force. അപ്പോൾ Z VB, നേരത്തെയും ഞാൻ അവിടെ Z എന്നതിന് പകരം E ഉപയോഗിച്ചിരുന്നു, അത് ഞാൻ Z ലേക്ക് മാറ്റുകയാണ്. Okay. ZVB is equal to mv square divided by radius. One of the V cancel. What you will get is expression for velocity equal to V Z radius divided by m. Okay. So now we have two equations for velocity. Already we have an equation for velocity. About the substitute here. Root of 2z V potential divided by m equal to V Z R divided by m. ഇതിന്റെ രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യാം. 2z V by m equal to V square Z square R square divided by m square. ഒരു z ഇവിടുന്ന് ക്യാൻസൽ ആകും, ഒരു m ഇവിടുന്ന് ക്യാൻസൽ ആകും. ബാക്കിയുള്ള ടേമുകൾ നോക്കിയാൽ നമുക്ക് എന്താണ് എഴുതാൻ പറ്റുക? m ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ
M ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. M divided by Z, mass divided by charge, equal to, അപ്പുറത്ത് ബാക്കി എന്തൊക്കെയാ ഉണ്ടാവുക? V square, ഒരു R square divided by 2V. ഓക്കെ, V എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, V എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് പൊട്ടൻഷ്യൽ. M by Z, M is the mass of the particle, Z is the charge of the particle, അയോണിന്റെ ചാർജ് ആണ്. ഇവിടെ B നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് ഫിക്സഡ് ആണ്, V അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഫിക്സഡ് ആണ്. അങ്ങനെ വരുമ്പോൾ what we can write is M by Z is proportional to R square. അപ്പോ ഓരോ മാസ് ടു ചാർജ് റേഷ്യോ ഉള്ള പാർട്ടിക്കിളിന്റെയും റേഡിയസ് വേറെ ആയിരിക്കും. അതനുസരിച്ച് നമ്മൾ ഒന്നിച്ചൊരു അയോൺ ബീമായിട്ട് കടത്തിവിട്ട ഈ പാർട്ടിക്കിൾസ് ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടന്നു വരുമ്പോൾ യു ക്യാൻ സീ they move in separate path, separate circular path of different radius. അപ്പൊ അങ്ങനെയാണ് ഈ മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ ടൈപ്പ് അനലൈസർ ഈ അയോണുകളെ സെപ്പറേറ്റ് ചെയ്യുന്നത്. These ions will be separated into various tracks with various radius based on their mass to charge ratio. Okay, I hope this is clear. This is another type of analyzer method, electrostatic sector mass analyzer. നേരത്തെ നമ്മൾ മാഗ്നറ്റിക് സെക്ടർ അനലൈസർ പറഞ്ഞു. ഇവിടെ അതിന്റെ ഡിഫറൻസ് ഇലക്ട്രോസ്റ്റാറ്റിക് സെക്ടർ അനലൈസർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ മാസ് ടു ചാർജ് റേഷ്യോ ഉള്ള പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ between the other one and this one. So here we use this electric field to separate various charge particles. മറ്റൊരു ടൈപ്പ് മാസ് അനലൈസർ ആണ് ക്വാഡ്രപോൾ മാസ് അനലൈസർ. In this type of mass analyzer, instead of electric field, we use instead of magnetic field, we use an electric field. Perpendicular, two sinusoidal electric fields at 90-degree orientation ഉപയോഗിച്ചിട്ട് will make the particle to move in a spiral. But the radius of the spiral depends on the charge to mass ratio in this also. So, അപ്പോൾ ഡിറ്റക്ടറിലേക്ക് എത്തുന്നത് പല റേഡിയൽ സ്പൈറലുകളായിട്ടായിരിക്കും എത്തുക. So they can be detected separately. That is a quadrupole mass analyzer. Here is another type of analyzer that is known as TOF, time of flight analyzer. Time of flight analyzer, here instead of here we separate the ions by time. By time they reach at the detector. Here we are not using an electric or magnetic field, but actually we allow the ions to enter into the tube. Ions are accelerated with the applied potential. അയോൺ സോഴ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന അയോണുകളെ ഒരു പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്നു, അതിന് പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നു. Potential energy, as you know, it is ZV, which is converted to kinetic energy. So you can write the expression for velocity is equal to 2ZV divided by M under root. അതുപോലെ തന്നെ if L is the length of this analyzer tube and V is the velocity, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അയോൺ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ എത്തുന്നതിന് എടുക്കുന്ന ടൈം എത്രയാ വരിക? TF is equal, time of flight is equal to distance by time, speed. Distance is L divided by V. But we can substitute for the velocity. So this becomes L divided by root of 2ZV divided by root of M. Root of M നെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നു. Root of Z താഴെ, then root of 1 by 2V. So you can see. അപ്പോൾ ഇവിടെ അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആയിട്ട് നിർത്തുന്നു. ലെങ്ത് ഓഫ് ദ ട്യൂബ് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി. അങ്ങനെ വരുമ്പോൾ ഒരു അയോൺ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ എത്തുന്നതിനുള്ള ടൈം ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മാസ് ടു ചാർജ് റേഷ്യോ. അപ്പോൾ മാസ് ടു ചാർജ് റേഷ്യോ ഡിഫറൻസ് അനുസരിച്ച് ഓരോ അയോണുകളും ആ ട്യൂബിന്റെ ഇപ്പുറത്ത് ഇവിടെ ആയിരിക്കും നമ്മൾ ഡിറ്റക്ടർ വെച്ചിട്ടുണ്ടാവുക. ഡിറ്റക്ടറിൽ എത്തുന്ന ടൈം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇതിന് പാർട്ടിക്കിൾസ് അയോൺസിനെ സെപ്പറേറ്റ് ചെയ്യാം. അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് അനലൈസർ എന്ന ടെക്നിക്. So we learned about various types of analyzers. ഇനിയും പലതരത്തിലുള്ള അനലൈസേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. You can learn about that also. I just described only I think 2 or 3 of them.
there are around 5 or 6 type of analyzers are there. Okay, so analyzer ഈ particles ionsനെ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. അതിന് ശേഷമുള്ള പാർട്ട് ഈ അയോൺസിനെ ഡിറ്റക്ട് ചെയ്യുന്ന ദാറ്റ് ഈസ് അയോൺ കളക്ഷൻ സിസ്റ്റം ഓർ ഡിറ്റക്ടർ സിസ്റ്റം എന്ന് വിളിക്കുന്ന ഈ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട അയോണുകളെ കളക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ആ സെക്ഷനെയാണ് നമ്മൾ അയോൺ കളക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഡിറ്റക്ടർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. Are available. For some examples are Faraday cup collector, electron multiplier, channel electron multiplier array, photographic plate, etc. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മൊത്തം സിസ്റ്റത്തിന് മൊത്തം മാസ് സ്പെക്ട്രോമീറ്റർ ഒരു വാക്യൂം സിസ്റ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇത് ഒരു പ്രത്യേക അനലൈറ്റിനെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്പെക്ട്രോമീറ്ററിനകത്ത് മറ്റ് ഗ്യാസുകളെല്ലാം നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ these produced ions will collide with the unnecessary gas atoms and molecules present in that chamber. അപ്പൊ ചേംബറിനകത്ത് മറ്റ് ഗ്യാസ് പാർട്ടിക്കിൾസ് ഒന്നും പാടില്ല. അവരുണ്ടെങ്കിൽ നമ്മൾ ഈ ജനറേറ്റ് ചെയ്ത അയോൺസ് അവരുമായിട്ട് കൊളൈഡ് ചെയ്യുകയും അവരുടെ എനർജിയിലൊക്കെ ഡിഫറൻസ് വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഫ്രീ വാക്യൂം ആക്കി മാറ്റുന്നതിന് നമ്മൾ ഈ ഫുൾ സിസ്റ്റവും ഫുൾ മാസ് സ്പെക്ട്രോമീറ്ററിന് ഒരു വാക്യൂം സിസ്റ്റവുമായി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. Next is the resolution of mass spectrometer. Resolving power of a mass spectrometer is actually defined as the ratio of m divided by delta I, where m and m plus delta m are the mass numbers of two neighboring peaks. Mass to charge ratio relative abundance spectrum വരയ്ക്കുന്നതാണ് മാസ് സ്പെക്ട്രം എന്ന് അറിയപ്പെടുന്നത്. അതില് രണ്ട് അടുത്തടുത്തുള്ള പീക്കുകളുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മാസ് ആണ് എമ്മും തൊട്ടടുത്തുള്ളതിന്റെ m plus delta m രണ്ടാണ്. So the resolving power of a mass spectrometer is defined as the ratio of m to delta m. ഏകദേശം ഒരേ ഇന്റൻസിറ്റി വരുന്ന തൊട്ടടുത്തുള്ള രണ്ട് പീക്സിന്റെ മാസ് ടു ചേഞ്ച് ഇൻ മാസ് റേഷ്യോ ആണ് നമ്മൾ റിസോൾവിംഗ് പവർ ആയിട്ട് എടുക്കുന്നത്. നമ്മൾക്ക് ഇനി നോക്കേണ്ടത് മാസ് സ്പെക്ട്രയും മോളിക്കുലർ സ്ട്രക്ചറും തമ്മിലുള്ള ഒരു കോറിലേഷൻ ആണ്. സോ കോറിലേഷൻ ഓഫ് മാസ് സ്പെക്ട്ര വിത്ത് മോളിക്കുലർ സ്ട്രക്ചർ. അപ്പൊ ആക്ച്വലി ഇത് പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ മാസ് സ്പെക്ട്രോസ്കോപ്പിയിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും നമുക്ക് അതിനകത്തേക്ക് ഒന്നൊരു പോകേണ്ടി വരും. അപ്പൊ നമ്മളൊരു സാമ്പിൾ ഇൻലെറ്റ് സാമ്പിൾ കൊടുക്കുന്നു, ആ സാമ്പിളിനെ അയോണൈസ് ചെയ്യുന്നു, ഡിഫറെന്റ് മെത്തേഡ്സ് ഉപയോഗിച്ച് അയോണൈസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഇവിടെ ഒരു സാമ്പിൾ മോളിക്യൂൾ, ഒരു മോളിക്യൂളിന്റെ കാര്യം മാത്രം എടുക്കാം. നമുക്കൊരു സാമ്പിൾ മോളിക്യൂൾ ഉണ്ട്. ഈ സാമ്പിൾ മോളിക്യൂളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ല എനർജി ഉള്ള ഇലക്ട്രോണുകളെ അങ്ങ് കടത്തി വിടുകയാണ്. ഇലക്ട്രോൺസിനെ നമുക്ക് അങ്ങോട്ട് കടത്തി വിടും. അപ്പോൾ ഈ ഇലക്ട്രോണുകൾ ഇതിൽ വന്ന് ഇടിച്ചിട്ട് എന്ത് സംഭവിക്കുന്ന അറിയോ? ഇലക്ട്രോൺ ഇടിച്ചിട്ട് ഇതിനെ പല പല അയോണുകളായിട്ട് മാറ്റാം. പല രീതിയിലുള്ള അയോണുകളായിട്ട് അത് മാറ്റപ്പെടാം. എങ്ങനെയാണ് അത് സംഭവിക്കുക എന്ന് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. C4H10 എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ്. ഇതിലേക്ക് നല്ല എനർജി ഉള്ള ഒരു ഇലക്ട്രോൺ നമ്മൾ വെച്ച് ബൊംബാർഡ് ചെയ്യിക്കുകയാണ്. അപ്പൊ അങ്ങനെ ബൊംബാർഡ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള അയോണൈസേഷൻ പ്രോസസ് നടക്കാം. ഈ ഒരു C4H10 എന്ന് പറയുന്ന ഒരു ഓർഗാനിക് മോളിക്യൂൾ ആണ്. ഈ ഓർഗാനിക് മോളിക്യൂളില് നമ്മൾ ഹൈ എനർജിയാണ് കൊടുക്കുന്നത്. അതിന്റെ ചെറിയൊരു എനർജി കൊടുത്താൽ തന്നെ അതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ തെറിപ്പിച്ചു കളയും. ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഇത് ഒരു പോസിറ്റീവ് അയോൺ ആയിട്ട് മാറും. അത് മാത്രമല്ല, അതിനകത്ത് ഒരു ബോണ്ട് ഇൻകംപ്ലീറ്റ് ആയിട്ട് മാറി. ഒരു ബോണ്ടിൽ നിന്ന് ഒരു ഇലക്ട്രോൺ തെറിച്ചു പോയില്ല, അപ്പൊ ആ ബോണ്ട് ഇൻകംപ്ലീറ്റ് ആയി. അപ്പൊ ഇതൊരു റാഡിക്കൽ അയോൺ ആയിട്ട് മാറുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇതിനെ ഒരു പാരന്റ് അയോൺ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇതിനെ ഒരു മോളിക്യുലർ അയോൺ എന്ന് വിളിക്കാം. ഇതിന്റെ ഒപ്പം രണ്ട് ഇലക്ട്രോൺ കൂടി ഉണ്ടാകും. കാരണം ഒരെണ്ണം നമ്മൾ അതിനെ ബൊംബാർഡ് ചെയ്യാൻ ഉപയോഗിച്ച ഇലക്ട്രോണും മറ്റൊന്ന് ഇതിന് തെറിച്ചു പോയ ഇലക്ട്രോൺ. അപ്പൊ രണ്ട് ഇലക്ട്രോൺ കൂടി ഉണ്ടാകും. ഇത് ഏതെല്ലാം രീതിയിലാണ് ഈ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്? ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇവിടെ നോക്കുക, അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതിയിരിക്കുന്നു CH3 CH2 CH2 CH3. അപ്പൊ നമ്മൾ കൊടുക്കുന്ന എനർജി
മിനിമം എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ തെറിച്ചു പോകുന്നതിന് ഉപയോഗിക്കുള്ളൂ. അതിന്റെ കൂടുതൽ എനർജി കൊടുക്കുന്നതനുസരിച്ച് ബോണ്ടില് ബ്രേക്ക് സംഭവിക്കാം. ബോണ്ടില് ബ്രേക്ക് പല രീതിയിൽ സംഭവിക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നു നോക്കുക. ഈ ഒരു CH3 CH2 CH3 തമ്മിലുള്ള ബോണ്ടാണ് ബ്രേക്ക് ആയിട്ടുള്ളതെങ്കിൽ എന്താണ് ഉണ്ടാവുക നോക്കുക. ആ ഡോട്ടർ ന്യൂക്ലിയസ് ആയിട്ട് ഉണ്ടായിട്ടുള്ള എന്താണ് CH3 CH2 CH2 പ്ലസ്. അപ്പൊ ഇതിന്റെ ചാർജ് ടു മാസ് റേഷ്യോ നോക്കാം. ആദ്യം ഉണ്ടായ പാരന്റ് അയോണിന്റെ ചാർജ് ടു മാസ് റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതി നോക്കാം. C4H10 ആയിരുന്നില്ലേ. C4H10 എന്ന് പറയുമ്പോൾ കാർബൺ ഒരെണ്ണത്തിന്റെ 12 ആണ്. അപ്പൊ 12 into 4 48 പ്ലസ് 10 ഹൈഡ്രജൻ 1 വെച്ചിട്ടാണ് ഹൈഡ്രജൻ വരിക. അപ്പൊ 48 പ്ലസ് 10 58 മാസ് ടു ചാർജ് ആണ് നോക്കുന്നത്. 58 ഡിവൈഡ് ബൈ ചാർജ് നോക്കുക. ഈ അയോണിന്റെ ചാർജ് 1 ആണ്, ഒരു പോസിറ്റീവ്. അപ്പൊ 58/1. അപ്പൊ ഇയാളുടെ ചാർജ് ടു മാസ് റേഷ്യോ 58. ഇനി ബോണ്ട് ബ്രേക്കിംഗ് വഴി ഉണ്ടായ ഡോട്ടർ ന്യൂക്ലിയസുകൾ CH3 CH2 CH2 എന്ന് പറയുന്ന ആളുടെ ചാർജ് ടു മാസ് റേഷ്യോ നമുക്ക് നോക്കിയാൽ എന്താണ് വരിക. M/Z നോക്കിക്കഴിഞ്ഞാൽ 3 കാർബൺ ഇപ്പോ 12 3s 36 പ്ലസ് ഹൈഡ്രജൻ എത്രയാണ് നോക്കാം. 3 2 2 7. So 36 plus 7 43 divided by ഒരു ചാർജ് അല്ലേ 1 43/1 that is 43. ഇനി അങ്ങനെ ആവണമെന്നില്ല. ഈ CH3 CH2 CH2 എന്ന് പറയുന്നത് മറ്റു പല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യപ്പെടാം. You can see another type of splitting here. CH3 CH2 CH2 CH2. അപ്പൊ CH3 CH2 എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്താൽ അയാളുടെ മാസ് ടു ചാർജ് റേഷ്യോ എന്ത് വരും നോക്കിയേ. ഇവിടെ മാസ് ടു ചാർജ് റേഷ്യോ എന്ന് പറയുന്നത് C 2 കാർബൺ 24 plus 3 and 2 5 24 plus 8 29. So 29 divided by ഒരു ചാർജ്. അപ്പോൾ ഇതിനകത്ത് പല രീതിയിലാണ് മോളിക്യൂൾ ഇത് സ്പ്ലിറ്റിംഗ് നടന്നിട്ടുള്ളത്. പല രീതിയിൽ അയോൺസ് ഉണ്ടായിരിക്കുന്നു. അപ്പൊ അവരുടെ ഓരോരുത്തരുടെയും ചാർജ് ടു മാസ് റേഷ്യോ ഡിഫറെന്റ് ആയിരിക്കും. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ചാർജ് ടു മാസ് റേഷ്യോ ഉള്ള ഈ അയോണുകളാണ് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് അതിനെ ആക്സിലറേറ്റ് ചെയ്യിച്ച് അനലൈസറിലേക്ക് കടത്തിവിടുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് ആക്സിലറേറ്റ് ചെയ്ത് അനലൈസറിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ നമ്മൾ ഡിഫ്ലക്ഷൻ ഫീൽഡ് എന്ന് പറഞ്ഞല്ലോ, ആ ഡിഫ്ലക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ അത് മൂവ് ചെയ്യുകയും മാസ് ടു ചാർജ് റേഷ്യോ അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ അയാൾ ഡിറ്റക്ടറിൽ എത്തുകയുമാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് നമുക്കൊരു മോളിക്യൂളിനെ ഐഡന്റിഫൈ ചെയ്യുക? ഈ ഓരോ അയോണുകളെയും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? അതിന് ഈ മാസ് സ്പെക്ട്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒരു പ്രത്യേക അയോണൈസിങ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയും അയോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ അയോൺസിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് റിലേറ്റീവ് അബണ്ടൻസ് വേഴ്സസ് മാസ് പെർ ചാർജ് റേഷ്യോ ഉപയോഗിച്ചുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് മാസ് സ്പെക്ട്രം. ഓരോ അയോണിന്റെയും റിലേറ്റീവ് അബണ്ടൻസ് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. You can see the relative abundance of various samples, various elements in this chart. ഇത് നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത C4H10 എന്ന് പറയുന്ന ആ സാമ്പിളിന്റെ ഒരു സ്പെക്ട്രം ആണ്, മാസ് സ്പെക്ട്രം ആണ്. ആദ്യം അതിനെ അയോണൈസ് ചെയ്തു, ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ട് അതിനെ ബൊംബാർഡ് ചെയ്ത് അയോണൈസ് ചെയ്തു. അപ്പോൾ അയോണൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഒരു ഇലക്ട്രോൺ മാത്രം തെറിച്ചു പോയിട്ട് ഒരു മോളിക്കുലർ അയോൺ പാരന്റ് അയോൺ ആയിട്ട് മാറാം, അല്ലെങ്കിൽ അതിന്റെ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് ഡോട്ടർ അയോൺസ് ആയിട്ട് മാറാം. അപ്പൊ പല അയോണുകൾ, ആദ്യത്തേത് അതൊരു പാരന്റ് അയോൺ തന്നെയായിട്ട് അല്ലെങ്കിൽ മോളിക്കുലർ അയോൺ തന്നെയായിട്ട് ഇരിക്കുകയാണ് C4H10. അതിന്റെ മാസ് ടു ചാർജ് നമ്മൾ പറഞ്ഞത് 58 ആണ്. രണ്ടാമത്തെ ആള് CH3 CH2 CH2 എന്ന് പറയുന്നത്. അപ്പൊ 3 കാർബൺ എന്ന് പറയുമ്പോൾ 12 36 39 41 43. ഇയാളുടേത് 43 ആണ്. അതിലിപ്പുറത്തെ CH3 മാത്രമായിട്ട് ഒരു CH3 ഇതുണ്ടല്ലോ, ഈ CH3 ഉണ്ട്. ആ CH3 എന്ന് പറയുമ്പോഴേക്കും കാർബൺ 12 വരും. 12 plus 3 15. ഇയാളുടേത് 15. ഇനി ഇവിടെ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് 29 എന്ന് നമ്മൾ പഠിച്ചു. മറ്റൊരു തരത്തിലുള്ള സ്പ്ലിറ്റിംഗിൽ CH2 രീതിയിൽ 41 എന്ന് പഠിച്ചു. ഇനി അങ്ങനെയല്ല, CH2 ഇവിടെ ഉണ്ടായി CH3 CH2 ഒരു ഹൈഡ്രജന് തെറിച്ചു പോകാം. ആ രീതിയിലുണ്ടായ CH3 CH എന്നതായിട്ട് മാറാം. CH3 CH എന്ന് പറയുമ്പോഴേക്കും 2 കാർബൺ വരുമ്പോൾ 24 plus 3 27
20 കാർബൺ 2 കാർബൺ 24 വരുന്നു, 24 പ്ലസ് 3 27 വരുന്നു, 27 പ്ലസ് 2 29 വരുന്നു, 29 അങ്ങനെ പല രീതിയിലുള്ള ഡോട്ടർ അയോണുകളായിട്ടും മാറാം. അപ്പൊ നമ്മൾ ഇതിനെല്ലാം തന്നെ അനലൈസറിലൂടെ കടത്തിവിടുമ്പോൾ ഇവരെ പല റേഡിയസ് ഉള്ള വഴികളിലൂടെയാണ്, സർക്കുലർ പാത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുക. ഇവരെ ഡിറ്റക്ട് ചെയ്യുന്നു. ഡിറ്റക്ട് ചെയ്തിട്ട് ഓരോ മാസ് ടു ചാർജ് റേഷ്യോ ഉള്ള ആളുകളുടെ റിലേറ്റീവ് അബണ്ടൻസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഈ പെർട്ടിക്കുലർ C4H10 എന്ന സാമ്പിളിന്റെ അബണ്ടൻസസ് വേഴ്സസ് മാസ് ടു ചാർജ് റേഷ്യോ പ്ലോട്ട് ചെയ്തിട്ടുള്ളതാണ്. സോ ദിസ് എക്സ് ആക്സിലെ M ഡിവൈഡ് ബൈ Z മാസ് ടു ചാർജ് റേഷ്യോ, എക്സ് ആക്സിസിലെ മാസ് ടു ചാർജ് റേഷ്യോ M ഡിവൈഡ് ബൈ Z. അതുപോലെ Y ആക്സിസിലെ റിലേറ്റീവ് അബണ്ടൻസ്, Y ആക്സിസിൽ നമ്മൾ കൊടുക്കുന്ന എന്താണ്, റിലേറ്റീവ് അബണ്ടൻസ്. ഓക്കെ, അപ്പൊ ഓരോരുത്തരെയും നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ ഒരു പ്ലോട്ട്, യു ക്യാൻ സി വൺ പ്ലോട്ട് ഹിയർ. ഈ പ്ലോട്ട് എന്ന് പറയുന്നത് 15 കറസ്പോണ്ടിങ് ആണ്. അപ്പൊ 15 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഏതായിരിക്കും? അത് CH3 എന്ന് പറയുന്ന അയോൺ, CH3 പ്ലസ് എന്ന അയോണിന്റെ ആയിരിക്കും. മറ്റൊരു പ്ലോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. യു ക്യാൻ സി എ പ്ലോട്ട് ദെയർ അറ്റ് അറൌണ്ട് 41, 41 ഒരു പ്ലോട്ട് കാണാനായിട്ട് സാധിക്കും. 41 കാണുന്ന പ്ലോട്ട് എന്ന് പറയുമ്പോൾ CH3 CH2 എന്ന് പറയുന്ന CH3 ഇതാണ്, CH2 എന്നതിന്റെ പ്ലോട്ട് ആണ്. അതുപോലെ മറ്റൊരു പ്ലോട്ട്, ഏറ്റവും കൂടിയ റിലേറ്റീവ് അബണ്ടൻസ് ഉള്ള ഒരു പ്ലോട്ട് കാണാൻ പറ്റും 43യുടേത്. അതുപോലെ യു ക്യാൻ സി ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാതെ മോളിക്കുലർ അയോൺ മാത്രമായിട്ടുണ്ടായ 58ന്റെ ഒരു പ്ലോട്ട്, ദാറ്റ് ഈസ് C4H10 പ്ലസ് അതിന്റെ പ്ലോട്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള അല്ലെങ്കിൽ പല പീക്കുകൾ ഇതിനകത്ത് കാണുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. So from this mass spectra, we can identify the components present in that. So for example, ഇപ്പൊ ഇവിടെ 15 ഉള്ള ഒരു പീക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, 15 ഉള്ള ഒരു പീക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവിടെ CH3 എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് വന്നിട്ടുണ്ട്. അതുപോലെ 58 is there. So that is correspond to C4H10. Okay, and you can see one peak is the larger one in this, and we call this larger one as the base peak. ഈ ബേസ് പീക്കിന്റെ അബണ്ടൻസിനെ നമുക്ക് ഫുൾ അബണ്ടൻസ് 100% അബണ്ടൻസ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുക. അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ബാക്കിയുള്ള ആളുകളുടെ അബണ്ടൻസ് പറയുന്നത്. So from this information we can identify the molecular weight of the sample. We can identify the structural formula of the sample. അതുപോലെ ഇതിന് അയോണൈസ് ചെയ്യുമ്പോൾ ഏതെല്ലാം സാമ്പിൾ ഉണ്ടാകുന്നു, ഇതെല്ലാം തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ. ഇനി ഇതിൽ റിലവന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ടേം ആണ് മെറ്റാസ്റ്റേബിൾ പീക്ക് എന്നറിയപ്പെടുന്നത്. എന്താണ് ഈ മെറ്റാസ്റ്റേബിൾ പീക്ക്? അപ്പൊ നമ്മൾ പറഞ്ഞു, ഇൻ എ മാസ് സ്പെക്ട്രോമീറ്റർ we allow the sample to enter, then the sample will get ionized, അല്ലെങ്കിൽ ലിക്വിഡ് സാമ്പിൾസ് ആണ് വേപ്പറൈസ് ചെയ്തിട്ടാണ് അയോണൈസ് ചെയ്യുന്നത്. These ions get accelerated under the influence of a potential. ഒരു പൊട്ടൻഷ്യൽ കൊടുത്തിട്ട് ഇതിനെ ആക്സിലറേറ്റ് ചെയ്യും, അതിന്റെ സ്പീഡ് കൂട്ടും. പൊട്ടൻഷ്യൽ നമ്മൾ ഇനിഷ്യലി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം എന്താണ് സംഭവിക്കുക, നമ്മൾ ഒരു അയണൈസിങ് സോഴ്സ് ഉപയോഗിച്ച് സാമ്പിളിനെ അയണൈസ് ചെയ്യും. സാമ്പിളിലെ എല്ലാ സാമ്പിൾ മോളിക്യൂൾസും അയണൈസ് ചെയ്യണം എന്നില്ല. അപ്പൊ അയണൈസ് ചെയ്ത് ബോണ്ട് ബ്രേക്ക് ആയതും അങ്ങനെ അല്ലാത്തതുമായ സാമ്പിൾ മോളിക്യൂൾ ഉണ്ടാവും, മോളിക്യുലർ അയോൺസ് ഉണ്ടാകാം, ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഡോട്ടർ അയോൺസ് ഉണ്ടാകാം. ഇവരെ എല്ലാവരെയും നമ്മൾ അനലൈസർ ട്യൂബിലേക്ക് കടത്തിവിടുകയാണ്. അനലൈസർ ട്യൂബിലേക്ക് കടത്തിവിടുന്നതിന് മുമ്പാണ് നമ്മൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നത്, അതിന് ശേഷം പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നില്ല. ആ കൊടുത്ത പൊട്ടൻഷ്യലിന്റെ ഇൻഫ്ലുവൻസിലാണ് ഈ അയോണുകൾ മൂവ് ചെയ്യുന്നത്. ഏതിലൂടെ? അനലൈസറിനകത്തുകൂടെ. അതിന്റെ ഒപ്പം തന്നെ ഈ പാരന്റ് ന്യൂക്ലിയസും അയണൈസ് ചെയ്യപ്പെടാത്ത പാരന്റ് ന്യൂക്ലിയസും അതിനകത്തേക്ക് കയറുന്നുണ്ട്. ഇങ്ങനെ അയണൈസ് ചെയ്യപ്പെടാത്ത പാരന്റ് ന്യൂക്ലിയസ് ഒരു പക്ഷെ ഇതിനകത്ത് വെച്ചിട്ട്, എവിടെ? ഈ അനലൈസർ ട്യൂബിനകത്ത് വെച്ചിട്ട് അവർ അയണൈസ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ അത് ബോണ്ട് ബ്രേക്ക് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യപ്പെടാം.
So they also generate a peak when they reach the detector. അങ്ങനെ ഉണ്ടാകുന്ന പീക്കുകളെയാണ് നമ്മൾ മെറ്റാസ്റ്റേബിൾ പീക്ക് എന്നറിയപ്പെടുന്നത്. A one-step decomposition process may be indicated by an appropriate metastable peak in the mass spectrum. They arise from ions which decompose in the field-free region after they are accelerated out of the ion source, but before entering the analyzer. അപ്പോ അയോൺ സോഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫീൽഡ് ഫ്രീ റീജിയനിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അയോണൈസ് ചെയ്യപ്പെടാം, ഡീകമ്പോസ് ചെയ്യപ്പെടാം, ഇങ്ങനെയെല്ലാം സംഭവിക്കാം. അങ്ങനെയുള്ള ഒരു പാർട്ട് അതിനകത്തുണ്ടാകും, അങ്ങനെയുള്ള ഒരു കമ്പോണന്റ് അതിനകത്തുണ്ടാകും. ഈ കമ്പോണൻസ് ഉണ്ടാക്കുന്ന പീക്കിനെയാണ് നമ്മൾ മെറ്റാസ്റ്റേബിൾ പീക്ക് എന്ന് വിളിക്കുന്നത്. ആ മെറ്റാസ്റ്റേബിൾ പീക്ക് അതിന്റെ മാസ് കറസ്പോണ്ടൻസ് കണ്ടുപിടിക്കുന്നത് എം സ്റ്റാർ, മാസ് ഓഫ് ഡോട്ടർ അയോൺ സ്ക്വയർ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഒറിജിനൽ അയോൺ. മാസ് സ്പെക്ട്രത്തിനെ കുറിച്ചിട്ടാണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നിരിക്കുന്നുള്ളൂ. മാസ് സ്പെക്ട്രം ഈസ് ആക്ച്വലി എ പ്ലോട്ട് ബിറ്റ്വീൻ ദ മാസ് ടു ചാർജ് റേഷ്യോ ആൻഡ് ദ റിലേറ്റീവ് അബണ്ടൻസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കമ്പോണന്റ്. ഈ മാസ് സ്പെക്ട്രത്തിൽ നമുക്ക് ഓരോ കമ്പോണന്റിന്റെയും മാസ് കണ്ടുപിടിക്കാം, മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാം. Then we can find the structure of that molecule. All these are advantages of this mass spectrum. Some general features of the mass spectra are shown here. These are some features of the mass spectra. ഇവിടെ ഒരു മാസ് സ്പെക്ട്ര തന്നിരിക്കുകയാണ്. മാസ് സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ മാസ് ടു ചാർജ് റേഷ്യോയും റിലേറ്റീവ് അബണ്ടൻസും തമ്മിലുള്ള ഒരു ഗ്രാഫ്. അപ്പൊ ഈ ഒരു ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ആ ഒരു മോളിക്യൂൾ ഐഡന്റിഫൈ ചെയ്തത്? ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു സിംഗിൾ പീക്ക് ഉള്ള ഒരു മാസ് സ്പെക്ട്ര ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ 58 എന്നാണ്. നമുക്കിത് നേരിട്ട് തന്നെ അബണ്ടൻസിന്റെ ഒരു ചാർട്ട് നേരത്തെ കാണിച്ചിട്ടുണ്ട്, ആ ചാർട്ട് നോക്കി നമുക്ക് കണ്ടുപിടിക്കാം. അതർവൈസ് ഇപ്പൊ 58 ആണ്. ഇതൊരു ഹൈഡ്രോ കാർബൺ ആണ്, അതിന്റെയാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവുക കാർബണും ഹൈഡ്രജനും ഉണ്ടാവുക. അപ്പൊ 58 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ 58 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാർബണിന് 12 ആണ്. അപ്പൊ എത്ര 12കളാണ് ഈ 58ൽ വരിക? 1 2 3 4 12s are 48. 5 12 എന്നാൽ അത് 60 ആയി. അപ്പൊ പറ്റില്ല. അപ്പോ നമുക്ക് 6 കാർബൺ ഇതിനകത്ത് പോസിബിൾ അല്ല. പിന്നെ പറ്റുന്ന 5 കാർബൺ, 5 കാർബൺസ് ആർ നോട്ട് പോസിബിൾ. 5 12s are 60. അപ്പൊ 5 കാർബൺ പോസിബിൾ അല്ല. 4 കാർബൺ എടുത്തു കഴിഞ്ഞാൽ 48 വരാം. ഓക്കെ, സോ 4 കാർബൺസ് എടുക്കാം. 58 ആണ്. നമുക്ക് കാർബൺ കൊണ്ട് തന്നെ 48 ആയി. ബാക്കി എത്ര? 10 ഹൈഡ്രജന് 10 ഹൈഡ്രജൻ ഫില്ല് ചെയ്തേക്കാം. അപ്പൊ എന്തായിരിക്കും നമുക്ക് അതിന്റെ ഫോർമുല? നമുക്ക് അതിനെ C4H10 എന്ന രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് എ പോസിബിലിറ്റി there. Now let us analyze a mass spectrum. നമുക്കൊരു മാസ് സ്പെക്ട്രം ഇങ്ങനത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ അനലൈസ് ചെയ്യാം. അപ്പൊ ഇതിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കേണ്ടത് പീക്ക്. ഇതിനകത്ത് ഏറ്റവും M/Z റേഷ്യോ കൂടിയ വാല്യൂ ഏതാന്ന് നോക്കുക. 72 വന്നിട്ടില്ല. ഇത് എന്തിന്റെ ആയിരിക്കും? ദിസ് വിൽ ബി ദാറ്റ് ഓഫ് ദ മോളിക്കുലർ അയോൺ, അല്ലെങ്കിൽ പാരന്റ് അയോണിന്റെ ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് അതിന്റെ മോളിക്കുലർ വെയിറ്റ്, പാരന്റ് അയോൺ അല്ലെങ്കിൽ മോളിക്കുലർ അയോണിന്റെ മോളിക്കുലർ അയോണിന്റെ വെയിറ്റും ആ ഫുൾ മോളിക്യൂളിന്റെ വെയിറ്റും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ അത് 72 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇതിൽ എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണും ഹൈഡ്രജനും മാത്രമുള്ളതാണ്. അപ്പൊ അതിൽ എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റൂൾ ഓഫ് 13. റൂൾ ഓഫ് 13 ആണ് ബേസിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റൂൾ. കാർബണും ഹൈഡ്രജനും ഉൾപ്പെടുന്ന 12+1 13. റൂൾ ഓഫ് 13 ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. അപ്പൊ ഈ 72നെ നമുക്ക് 13 വെച്ച് ഡിവൈഡ് ചെയ്യാം. 13 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 65 വരും. റിമൈൻഡർ എത്ര വരും? 7 വരും. ഓക്കെ, അപ്പൊ ഈ ന്യൂമറേറ്ററിനെ n എന്ന് കൊടുക്കാം. ഇവിടെ n ആയിട്ട് 5 ആണ്. റിമൈൻഡറിന് 7 എന്ന് കൊടുക്കാം.
അപ്പൊ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലർ ഫോമിൽ എഴുതുന്നതിന് CnHn+r എന്ന ഫോമിൽ ഉപയോഗിക്കാം. അപ്പൊ അതനുസരിച്ച് ഇവിടെ വരുമ്പോ C5Hn+r, ഇവിടെ n എത്ര 5, r 7, 5 + 7 12, C5H12 എന്നതാണ് ഇവിടുത്തെ മോളിക്കുലർ ഫോമിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു രീതി ഉപയോഗിച്ചിട്ട് ബേസ് മോളിക്കുലർ ഫോമിൽ കണ്ടുപിടിക്കാം. ഇനി ബാക്കിയുള്ള പീക്ക് 43 ആണ് ഏറ്റവും കൂടിയ ഹൈറ്റ് ഉള്ള പീക്ക്. അതിനെ നമ്മൾ എന്താണ് വിളിച്ചത്? ദാറ്റ് ഈസ് നോൺ ആസ് ദ ബേസ് പീക്ക്. ഈ ബേസ് പീക്കിനെയാണ് നമ്മൾ 100% അബണ്ടൻസ് ഉള്ളത്. ബാക്കിയുള്ളതിനെ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി 15, 29, 41, 43, 57 ഇതെല്ലാം ഓരോന്നിന്റെ അബണ്ടൻസ് നമുക്ക് നേരത്തെ ഒരു ചാർട്ട് തന്നിരുന്നു, അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ തന്നെ 15 വന്നു കഴിഞ്ഞാൽ അത് CH3 ആണ്, സിയുടെ 12ഉം H 3 ഹൈഡ്രജൻ, അപ്പൊ 15 CH3യുടെ പീക്കാണ്. അങ്ങനെ ഓരോന്നിന്റെയും പീക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ ഇപ്പൊ ഇത് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് 15, ഇത് 14, ഇത് 14, ഇത് 14, ഇത് 15 ടോട്ടൽ ആണ് ഈ 72 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തില് നമ്മൾക്ക് ഈ ഇതിനകത്ത് വന്നിട്ടുള്ളത് ഏത് സ്ട്രക്ചറിലാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിന് നമ്മൾക്ക് ഈ ഒരു എന്താണ് മാസ് സ്പെക്ട്രം ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതല്ല, ഇതിനു പകരം മറ്റേതെങ്കിലും എലമെന്റ് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കാർബണും ഹൈഡ്രജനും നമുക്കൊന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ആഡ്. ഓക്സിജൻ ആണ്, നൈട്രജൻ ആണ്, അതല്ല ഇപ്പൊ ഫോർ എക്സാമ്പിൾ നൈട്രജൻ ആണ്. നൈട്രജൻ എന്ന് പറയുമ്പോൾ എത്രയാണ് 14 ആഡ് ചെയ്യാൻ. നൈട്രജന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയോ? CH2 അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. കാർബണിന്റെ 12, ഹൈഡ്രജൻ 2, 2 14, നൈട്രജന്റേത് 14 ആണ്. അപ്പൊ നൈട്രജൻ ഈ ഒരു എലമെന്റിലെ നൈട്രജൻ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നൈട്രജൻ ചേർക്കണം. ഇതിനകത്ത് എങ്ങനെ ചേർക്കാൻ പറ്റും? അപ്പൊ ഈ C5H12 നിന്ന് നമുക്ക് ഒരു നൈട്രജൻ കുറയ്ക്കാന്ന് പറഞ്ഞാൽ നൈട്രജൻ ഈക്വലന്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ CH2 ആണ്. അപ്പൊ അത് കുറച്ചാൽ മതി, CH2 കുറയ്ക്കുക. ബാക്കി എന്ത് വരുന്നറിയോ? C4H10. ആ ഒരു കുറച്ചതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചേർക്കണം? അവിടെ ഒരു നൈട്രജൻ ചേർക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് മറ്റ് എലമെന്റ് ഓക്സിജൻ ആണെങ്കിൽ 16 മാറ്റണം എന്ന് വെച്ചാൽ CH4 അങ്ങോട്ട് മാറ്റിയാൽ മതി. കറസ്പോണ്ടിങ് ടു ഓക്സിജൻ 16 ആണ് വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ഇത്രയും മാറ്റിയാൽ മതി. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഓരോ എലിമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഗ്രൂപ്പുകൾ, അതുപോലെ അതിന്റെ റിലേറ്റീവ് അബണ്ടൻസ്, ഇതെല്ലാം തന്നെ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ലേൺ ഫ്രം ദാറ്റ്. ഇവിടെ ഓരോ എലമെന്റിന്റെയും കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഹൈഡ്രോ കാർബൺ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ഏതെല്ലാം വരുന്ന വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കാർബണിന്റെ ഹൈഡ്രജന്റെ അളവ് കുറച്ചിട്ട് അതിന് പകരം ഈ എലമെന്റ്സ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് എന്താണ് മാസ് സ്പെക്ട്രോമെട്രി എന്നും മാസ് സ്പെക്ട്രോമെട്രിയുടെ കമ്പോണൻസ് എന്താണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ, എന്തെല്ലാമാണ് അതിന്റെ കമ്പോണൻസ്, എങ്ങനെയാണ് ഒരു മാസ് സ്പെക്ട്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അനലൈസ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിച്ചത്. ഓക്കെ. I hope this gave you an idea regarding mass spectrometry. Okay all. Bye.